അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഇക്വേഷൻസ് എക്സ് പി ഇസ് ഈക്വൽ ടു വൈ ക്യൂ ആൻഡ് ഇസഡ് ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് വൈ ആർ കോമ്പാറ്റിബിൾ ആൻഡ് സോൾവ് ഇറ്റ്. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് പി ഇസ് ഈക്വൽ ടു വൈ ക്യൂ ആൻഡ് ഇസഡ് ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കോമ്പാറ്റിബിൾ ആണോ എന്നുള്ളത് ഫസ്റ്റ് നോക്കണം. ഇതിന് ശേഷം അത് സോൾവ് ചെയ്യണം. അപ്പോൾ കോമ്പാറ്റിബിൾ ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസിന് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്, കോമ്പാറ്റിബിൾ ആണെങ്കിൽ സോൾവ് ചെയ്യാനുള്ള മെത്തേഡൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാണ്. അതായത് ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ വെച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കോമ്പാറ്റിബിൾ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട എന്തൊക്കെയാണ്? ജെ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എഫ് ജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമ്മ് ഡിഫൈൻ ചെയ്തായിരുന്നു. ആ സം ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ എഫ് ആയിട്ട് എടുത്തു. അതായത് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പി മൈനസ് വൈ ക്യൂ ഈക്വൽ ടു 0. അത് ഇക്വേഷൻ 1 എന്ന് എടുത്തു. ജി ആയിട്ട് നമ്മൾ ഇസഡ് എക്സ് പി പ്ലസ് ഇസഡ് വൈ ക്യൂ മൈനസ് 2xy എടുത്തു. അത് ഈക്വൽ ടു 0. അത് ഇക്വേഷൻ 2 എടുത്തു. അതായത് ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ടും ഇതിനെ എഫ് ആയിട്ടും ഇതിനെ നമ്മൾ ജി ആയിട്ട് എടുത്തു. അപ്പോൾ അതായത് എക്സ് പി മൈനസ് വൈ ക്യൂ ആണ് എഫ്, ഇസഡ് ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ മൈനസ് 2xy ആണ് ജി എന്ന് പറഞ്ഞത്. ഇസഡ് ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂവിനെ നമ്മൾ ഇസഡ് എക്സ് പി പ്ലസ് ഇസഡ് വൈ ക്യൂ എന്ന് എഴുതി മൈനസ് 2xy, അതാണ് ജി. ഇപ്പോൾ ഇത് എഫ് ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ജെ നോട്ട് ഈക്വൽ ടു 0 എന്നും പ്രൂവ് ചെയ്യണം. ആ സമ്മ് എഫ് ജി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്നും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ജെ എന്ന് പറയുന്ന ആരാ? ഡോ എഫ് ജി ബൈ ഡോ പി ക്യൂ ആണ്. അപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ പി ക്യൂ ആണ് ജെ എന്ന് പറയുന്നത്. ഈ ജെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലും ആ എഫ് ജി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളതാണ് എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ് എഫ് പി എഫ് ക്യൂ ആൻഡ് ജി എക്സ് ജി വൈ ജി ഇസഡ് ജി പി ആൻഡ് ജി ക്യൂ. ഇത്രയും നമ്മൾ വാല്യൂസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എഫ് എന്ന് പറയുന്നത് എക്സ് പി മൈനസ് വൈ ക്യൂ ആണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് വരും. അതുപോലെ എഫ് വൈ എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ വരും. എഫ് ഇസഡ്, എഫിനകത്ത് ഇസഡ് ഇല്ല. അപ്പോൾ എഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി എഫ് പി ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ പി എന്ത് വരും? എക്സ് വരും. എഫ് ക്യൂ എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ ക്യൂ ആണ്. ദാറ്റ് ഈസ് മൈനസ് വൈ. ജി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ജി എക്സ് ഇവിടെ നോക്കിയാൽ ഇസഡ് പി മൈനസ് 2y. അതുപോലെ ജി വൈ എന്ന് പറയുമ്പോൾ ഇസഡ് ക്യൂ മൈനസ് 2x. അതുപോലെ ജി ഇസഡ് ഏതാ? ഇസഡിൻ്റെ ടേംസ് രണ്ടെണ്ണമുള്ള, അപ്പോൾ എക്സ് പി പ്ലസ് വൈ ക്യൂ. അതുപോലെ ജി പി എന്ന് പറയുമ്പോൾ ഇസഡ് എക്സ് വരും. ജി ക്യൂ എന്ന് പറയുന്നത് ഇസഡ് വൈ അല്ലെങ്കിൽ വൈ ഇസഡ് വരും. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ജെ വാല്യൂ നോക്കുക. അപ്പോൾ ജെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ എഫ് ജി ബൈ ഡോ പി ക്യൂ. അപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ പി ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് പി ഇൻറ്റു ജി ക്യൂ മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി പി വരും. അതാണ്. അപ്പോൾ എഫ് പി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എക്സ് ആണ്. ജി ക്യൂ എന്ന് പറയുന്ന വാല്യൂ ഏതാണ്? വൈ ഇസഡ് ആണ്. അപ്പോൾ എഫ് പി ഇൻറ്റു ജി ക്യൂ എന്ന് പറയുമ്പോൾ എക്സ് വൈ ഇസഡ് വരും. മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി പി വേണം. എഫ് ക്യൂ എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. ജി പി എന്ന് പറയുന്നത് എക്സ് ഇസഡ് ആണ്. അപ്പോൾ മൈനസ് മൈനസ് എക്സ് വൈ ഇസഡ് വരും. ദാറ്റ് ഈസ് പ്ലസ് എക്സ് വൈ ഇസഡ്. അപ്പോൾ എന്താ കിട്ടിയത്? എക്സ് വൈ ഇസഡ് പ്ലസ് എക്സ് വൈ ഇസഡ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് വൈ ഇസഡ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ പി ക്യൂ അതായത് ജെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സമ്മൂടെ കണ്ടുപിടിക്കണം. എഫ് ജി എന്ന് പറയുന്ന സമ്മൂടെ കണ്ടുപിടിക്കണം. അതിൽ ഓരോ ടേംസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് എഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആ ഒരു സമ്മാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനകത്ത് ഓരോ ടേംസ് ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ എക്സ് പി എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ എക്സ് പി എന്ന് പറയുമ്പോൾ എന്താ? എഫ് എക്സ് ഇൻറ്റു എഫ് പി മൈനസ് ജി എക്സ് ഇൻറ്റു ജി പി. അപ്പോൾ എഫ് എക്സ് ഇൻറ്റു എഫ് പി, ഇപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? സോറി, എഫ് എക്സ് ഇൻറ്റു ജി പി ആദ്യം വേണ്ടത്. അപ്പോൾ എഫ് എക്സ് പി ആണ്, ജി പി എക്സ് ഇസഡ് ആണ്. ഇപ്പോൾ പി എക്സ് ഇസഡ് ആണ് എഫ് എക്സ് ഇൻറ്റു ജി പി. മൈനസ് എഫ് പി ഇൻറ്റു ജി എക്സ് വേണം. എഫ് പി എന്ന് പറയുന്നത് എക്സ് ആണ്. ജി എക്സ് എന്ന് പറയുന്നത് ഇസഡ് പി മൈനസ് ഇസഡ് വൈ വരും. ഇസഡ് പി മൈനസ് ജി എക്സ് നോക്കിയാൽ ഇസഡ് പി മൈനസ് 2x ആണ്. ജി വൈ എന്ന് പറയുന്നത് ഇസഡ് പി ജി എക്സ് അല്ലേ? ജി എക്സ് എന്ന് പറയുന്നത് ഇസഡ് പി മൈനസ് 2y ആണ് കേട്ടോ. ഇസഡ് വൈ അല്ല, ഇസഡ് പി മൈനസ് 2y. അപ്പം എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് പി മൈനസ് 2y എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? പി എക്സ് ഇസഡ്, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് പി എക്സ് ഇസഡ് പ്ലസ് 2yx അല്ലെങ്കിൽ 2xy വരും. അപ്പോൾ പി എക്സ് ഇസഡ് മൈനസ് പി എക്സ് ഇസഡ് കട്ട് ചെയ്ത് പോകും. ഈക്വൽ ടു 2xy എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് പി വേണം. അപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് പി എന്നുള്ളത് എന്ത് വരും? എഫ് ഇസഡ് ഇൻറ്റു ജി പി മൈനസ് എഫ് പി ഇൻറ്റു ജി ഇസഡ്. അപ്പോൾ എഫ് ഇസഡ് ഇൻറ്റു ജി പി ആദ്യം വേണം. അപ്പോൾ എഫ് ഇസഡ് എന്ന് പറയുന്നത് 0 ആയി. അപ്പോൾ എഫ് ഇസഡ് ഇൻറ്റു ജി പി എന്ന് പറയുന്ന വാല്യൂ 0 വരും. മൈനസ് എഫ് പി ഇൻറ്റു ജി ഇസഡ്. എഫ് പി എന്ന് പറയുന്നത് എക്സ് ആണ്. ജി ഇസഡ് എന്ന് പറയുന്നത് എക്സ് പി പ്ലസ് വൈ ക്യൂ. അപ്പോൾ 0 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ പി മൈനസ്
എക്സ് വൈ ക്യൂ എന്ന് വരും. ഇപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് പി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് ഡോ എഫ് ജി ബൈ ഡോ വൈ ക്യൂ. അപ്പോൾ ഡോ എഫ് ജി ബൈ ഡോ വൈ ക്യൂ എന്ന് പറയുമ്പോൾ എഫ് വൈ ഇൻറ്റു ജി ക്യൂ മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി വൈ. അപ്പോൾ എഫ് വൈ ഇൻറ്റു ജി ക്യൂ ആദ്യം വേണം. അപ്പോൾ എഫ് വൈ എന്നുള്ളത് മൈനസ് ക്യൂ ആണ്. എഫ് വൈ ഇൻറ്റു ജി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? വൈ ഇസഡ് ആണ്. അപ്പോൾ മൈനസ് ക്യൂ വൈ ഇസഡ്, ക്യൂ ഇൻറ്റു വൈ ഇസഡ്, അതായത് മൈനസ് ക്യൂ വൈ ഇസഡ് വരും. എഫ് വൈ ഇൻറ്റു ജി ക്യൂ മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി വൈ. എഫ് ക്യൂ എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. ജി വൈ എന്ന് പറയുന്നത് ഇസഡ് ക്യൂ ഇൻറ്റു മൈനസ് ടു എക്സ് ആണ്. അപ്പം എഫ് ക്യൂ ഇൻറ്റു ജി വൈ മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി വൈ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് വൈ, അതായത് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ക്യൂ മൈനസ് ടു എക്സ് വരും. അതായത് എന്തോന്നു? മൈനസ് ക്യൂ വൈ ഇസഡ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ക്യൂ മൈനസ് ടു എക്സ്, ദാറ്റ് ഈസ് മൈനസ് ക്യൂ വൈ ഇസഡ് പ്ലസ് ക്യൂ വൈ ഇസഡ് മൈനസ് ടു എക്സ് വൈ വരും. മൈനസ് ക്യൂ വൈ ഇസഡും പ്ലസ് ക്യൂ വൈ ഇസഡിൻ്റെ കട്ട് ചെയ്ത് പോയിട്ട് ഈക്വൽ ടു മൈനസ് ടു എക്സ് വൈ നമുക്ക് കിട്ടും. ഇനിയുള്ളത് ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് ക്യൂ ആണ്. അതായത് എഫ് ഇസഡ് ഇൻറ്റു ജി ക്യൂ മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി ഇസഡ്. ഇനി എഫ് ഇസഡ് ഇൻറ്റു ജി ക്യൂ നോക്കാം. അപ്പോൾ എഫ് ഇസഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ എഫ് ഇസഡ് ഇൻറ്റു ജി ക്യൂ എന്നുള്ള വാല്യൂ 0 ആയിക്കോളും. മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി ഇസഡ് ഉണ്ട്. എഫ് ക്യൂ മൈനസ് വൈ ആണ്. ജി ഇസഡ് എന്ന് പറയുന്നത് എക്സ് പി പ്ലസ് വൈ ക്യൂ. അപ്പോൾ മൈനസ് എഫ് ക്യൂ ഇൻറ്റു ജി ഇസഡ്. അപ്പോൾ എന്ത് വരും? പ്ലസ് വൈ ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ എന്ന് വരും. മൈനസും മൈനസും ഇവിടെ പ്ലസ് ആകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? 0 പ്ലസ് വൈ ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ. അപ്പോൾ ഓരോ വാല്യൂസും നമുക്ക് കിട്ടി. ഇനി എഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫ് ജി ഈസ് ഈക്വൽ ടു ഡോ എഫ് ജി ബൈ ഡോ എഫ് ജി ബൈ ഡോ എക്സ് പി പ്ലസ് ഡോ എഫ് ജി ബൈ ഡോ വൈ ക്യൂ പ്ലസ് പി ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് പി പ്ലസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് ക്യൂ. അപ്പം നമ്മൾ എഫ് ജി കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഡോ എഫ് ജി ബൈ ഡോ എക്സ് പി ദാറ്റ് ഈസ് 2xy. ആ 2xy ആണിത്. പിന്നെ ഉള്ളത് പ്ലസ് ഡോ എഫ് ജി ബൈ ഡോ വൈ ക്യൂ വരും. അത് മൈനസ് 2xy. ആ മൈനസ് 2xy ആണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഇടയ്ക്ക് നമ്മൾ ആ മൂന്നാമത്തെ ടേം എഴുതിയെന്നേ ഉള്ളൂ. അതായത് പി ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് പി വരും. അത് എത്രയാണ് വന്നിരിക്കുന്നത്? മൈനസ്. അപ്പോൾ പി ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പി മൈനസ് എക്സ് വൈ ക്യൂ വരും. അപ്പോൾ പി ഇൻറ്റു അതാണ് ഇവിടെ പി ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പി മൈനസ് എക്സ് വൈ ക്യൂ. ഇനിയുള്ളത് പ്ലസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് ക്യൂ ദാറ്റ് ഈസ് പ്ലസ് ക്യൂ ഇൻറ്റു വൈ ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ, അതായത് ക്യൂ വൈ ഇൻറ്റു എക്സ് പി പ്ലസ് വൈ ക്യൂ. ഇത്രയും കിട്ടി. അപ്പോൾ എന്താ വന്നത്? ഇവിടുത്തെ പ്ലസ് 2xyയും ഇവിടുത്തെ മൈനസ് 2xy ഇവിടെ കട്ട് ചെയ്ത് പോകും. ഇനി പീനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പി സ്ക്വയർ മൈനസ് എക്സ് വൈ പി ക്യൂ പ്ലസ് ഇവിടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് എക്സ് വൈ പി ക്യൂ പ്ലസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ. ഇത്രയും കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇവിടെ പ്ലസ് എക്സ് വൈ പി ക്യൂ ഉണ്ട്, മൈനസ് എക്സ് വൈ പി ക്യൂ ഉണ്ട്. പ്ലസ് എക്സ് വൈ പി ക്യൂ ഉണ്ട്, മൈനസ് എക്സ് വൈ പി ക്യൂ ഉണ്ട്. രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും. പിന്നെയുള്ള ടേംസ് എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയർ പി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ്, അതായത് പ്ലസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ വരും. കാരണം എക്സ് പി ഈക്വൽ ടു വൈ ക്യൂ ആണ്. നമ്മുടെ എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കി. ഇക്വേഷൻ എഫ് എന്ന് പറയുന്നത് എക്സ് പി മൈനസ് വൈ ക്യൂ ഈക്വൽ ടു 0 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ എക്സ് പി മൈനസ് വൈ ക്യൂ ഈക്വൽ ടു 0 മീൻസ് എക്സ് പി ഈക്വൽ ടു വൈ ക്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പിക്ക് പകരം എന്ത് കൊടുക്കാം? വൈ ക്യൂ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് സ്ക്വയർ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ എക്സ് പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വൈ ക്യൂ എന്ന് കൊടുക്കാം. എക്സ് സ്ക്വയർ പി സ്ക്വയറും വൈ സ്ക്വയർ ക്യൂ സ്ക്വയറും ഈക്വൽ ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പി സ്ക്വയറിന് പകരം മൈനസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ കൊടുത്തു. അപ്പോൾ മൈനസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ക്യൂ സ്ക്വയർ വരും. കട്ട് ചെയ്ത് പോയിട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പോൾ എഫ് ജി എന്നുള്ള സമ്മ് നമുക്ക് 0 കിട്ടി. ജെ എന്ന് പറയുന്ന വാല്യൂ 0 കിട്ടി. അതായത് ജെ ഈക്വൽ ടു 0 ആണ്. എഫ് ജി ജെ നോട്ട് ഈക്വൽ ടു 0 ആണ്. ജെ 0 അല്ല, ജെ നോട്ട് ഈക്വൽ ടു 0 ആണ്. എഫ് ജി ഈക്വൽ ടു 0 ആണ്. അതായത് നമ്മുടെ കോമ്പാറ്റിബിലിറ്റിയുടെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് എഫ് ആൻഡ് ജി ആർ കോമ്പാറ്റിബിൾ. അപ്പോൾ എഫ് ആൻഡ് ജിയും കോമ്പാറ്റിബിൾ ആണെന്ന് നമുക്ക് കിട്ടി. നമുക്കിത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ എടുക്കും. ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? പിയും ക്യൂവും നമ്മൾ ഇക്വേഷൻ 1 and 2 നിന്ന് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും മാത്രം ടേംസിൽ കണ്ടുപിടിക്കുന്ന വാല്യൂസാണ് പിയും ക്യൂ. അപ്പോൾ ഇക്വേഷൻ 1-ലും പി ഉണ്ട്, ക്യൂ ഉണ്ട്. ഇക്വേഷൻ 2-ലും പി ഉണ്ട്, ക്യൂ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പീനെ എക്സ് വൈ സെഡിൽ മാത്രവും ക്യൂവിനെയും എക്സ് വൈ സെഡിൽ മാത്രവും കണ്ടുപിടിക്കും. ആ വാല്യൂസാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ള ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1 നോക്കി. ഇക്വേഷൻ 1-നകത്ത് നമുക്ക് പി കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1-നകത്ത് നമുക്കുള്ളത് എക്സ് പി മൈനസ് വൈ ക്യൂ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് പി എക്സ് പി ഈക്വൽ ടു വൈ ക്യൂ എന്ന് പറയാം. അപ്പോൾ പി ഈക്വൽ ടു
വൈ ക്യൂ ബൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് പി ഈസ് ഈക്വൽ ടു വൈ ക്യൂ ബൈ എക്സ്. അതിന് ഇക്വേഷൻ 3 ആയിട്ട് നമ്മൾ എടുത്തു. ഇത് വരുന്നത് ഇക്വേഷൻ 1 നമ്മൾ പിക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഇക്വേഷൻ 2 വെച്ചിട്ട് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്താ? ഇസഡ് എക്സ് പി പ്ലസ് ഇസഡ് വൈ ക്യൂ മൈനസ് 2xy ഈക്വൽ ടു 0 എന്നുള്ള. അപ്പോൾ ഇസഡ് വൈ ക്യൂവിനെ ഇവിടെ നിർത്തി ബാക്കി ടേംസിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ എന്ത് വരും? ഇസഡ് വൈ ക്യൂ ഈക്വൽ ടു 2xy മൈനസ് ഇസഡ് എക്സ് പി വരും. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു 2xy മൈനസ് ഇസഡ് എക്സ് പി ഡിവൈഡഡ് ബൈ ഇസഡ് വൈ എന്ന് വരും, അല്ലെങ്കിൽ വൈ ഇസഡ് എന്ന് വരും. അപ്പോൾ അതാണ് നമ്മൾ ഇക്വേഷൻ 2 എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ 2 നമുക്ക് കിട്ടുന്ന ക്യൂ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് 2xy മൈനസ് ഇസഡ് എക്സ് പി ബൈ ഇസഡ് വൈ. ഇവിടെ പിക്ക് പകരം നമ്മൾ വൈ ക്യൂ ബൈ എക്സ് എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. അതായത് നമുക്ക് 2xy മൈനസ് ഇസഡ് എക്സ് പി ബൈ ഇസഡ് വൈ എന്ന് കിട്ടും. അവിടെ പിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? വൈ ക്യൂ ബൈ എക്സ് എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ? ക്യൂ ഈസ് ഈക്വൽ ടു ഇസഡ് എക്സ് വൈ. ഇപ്പോൾ പിക്ക് പകരം അത് കൊടുക്കാൻ കാരണം ഇവിടുന്ന് നമ്മൾ പീനെ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ക്യൂവിന് എക്സ് വൈ സെഡിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. എന്നിട്ട് ആ ക്യൂ വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിക്കും എക്സ് വൈ സെഡിലുള്ള വാല്യൂ കിട്ടിക്കോളും. അപ്പോൾ ക്യൂവിനകത്ത് നമ്മൾ 2xy ക്യൂ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2xy മൈനസ് ഇസഡ് എക്സ് ഇൻറ്റു വൈ ക്യൂ ബൈ എക്സ് ഡിവൈഡ് ബൈ ഇസഡ് വൈ എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2xy, ഇവിടുത്തെ എക്സും എക്സോടെ കട്ട് ചെയ്ത് പോയിട്ട് മൈനസ് ഇസഡ് വൈ ക്യൂ ഡിവൈഡ് ബൈ ഇസഡ് വൈ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഇസഡ് വൈ ക്യൂ, ഈ ഇസഡ് വൈ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ഇസഡ് വൈ ക്യൂ ഈക്വൽ ടു 2xy മൈനസ് ഇസഡ് വൈ ക്യൂ എന്ന് വരും. ഈ ഇസഡ് വൈ ക്യൂ അഗെയിൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ, അതായത് ഇവിടുത്തെ ഇസഡ് വൈ ലെഫ്റ്റിലേക്ക് പോയപ്പോൾ ഇസഡ് വൈ ക്യൂ ലെഫ്റ്റിൽ വന്നു. ഇനി ഇവിടുത്തെ ഈ മൈനസ് ഇസഡ് വൈ ക്യൂവിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഉണ്ടാകാം. ഇത് ലെഫ്റ്റിൽ വരുമ്പോൾ പ്ലസ് ഇസഡ് വൈ ക്യൂ ആകും. അപ്പോൾ ഇസഡ് വൈ ക്യൂ പ്ലസ് ഇസഡ് വൈ ക്യൂ എന്നുള്ളത് 2 ഇസഡ് വൈ ക്യൂ, അതായത് 2y ഇസഡ് ക്യൂ ഈക്വൽ ടു 2xy എന്ന് വരും. ഇവിടെ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ എന്ത് വരും? 2xy ഡിവൈഡ് ബൈ 2y ഇസഡ് വരും. ഇവിടുന്ന് 2y കട്ട് ചെയ്ത് പോയിട്ട് ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഇസഡ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എക്സ് ബൈ ഇസഡ് എന്നാണ്. ഇനി ആ ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇക്വേഷൻ 3 എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു വൈ ക്യൂ ബൈ എക്സ് ആണ്. ഇവിടുത്തെ ക്യൂവിന് വരും നമ്മൾ എക്സ് ബൈ സെഡ് കൊടുക്കുകയാണ്. അപ്പോൾ വൈ ഇൻറ്റു എക്സ് ബൈ സെഡ് ബൈ എക്സ് വരും. അപ്പോൾ ഇവിടുത്തെ എക്സും കട്ട് ചെയ്ത് പോയിട്ട് ഈക്വൽ ടു വൈ ബൈ ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് വൈ ബൈ ഇസഡ് എന്ന് കിട്ടി, ക്യൂവിൻ്റെ വാല്യൂ എക്സ് ബൈ ഇസഡ് എന്ന് കിട്ടി. അപ്പോൾ ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ളത് ഈക്വൽ ടു ഇംപ്ലൈസ് ഡി ഇസഡ് ഈക്വൽ ടു വൈ ബൈ ഇസഡ് ഡി എക്സ് പ്ലസ് എക്സ് ബൈ ഇസഡ് ഡി വൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇസഡ് വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ എന്ന് പറയാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഡി ഇസഡിൻ്റെ ഇൻറ്റഗ്രൽ ഇസഡ് സ്ക്വയർ ബൈ 2, ഡി ഓഫ് എക്സ് വൈയുടെ ഇൻറ്റഗ്രൽ എക്സ് വൈ പ്ലസ് സം കോൺസ്റ്റൻറ്റ് സി ബൈ 2. ഈ 2 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 2xy പ്ലസ് സി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ മൈനസ് 2xy ഈക്വൽ ടു സി എന്ന് വന്നു, വിച്ച് ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ.